അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സെക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 2 പാർട്ടിലായിട്ട് നമ്മൾ ഫസ്റ്റത്തെ 2 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ചാപ്റ്ററിന്റെ പേര് അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ആ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്പർ സീക്വൻസ് ആണ്. നമ്പർ സീക്വൻസ് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു പ്രത്യേക പാറ്റേണിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ നമുക്ക് നമ്പർ പാറ്റേൺ എന്ന് വിളിക്കാം. അവിടെ എന്തുണ്ടായിരിക്കും? നമുക്ക് ഫസ്റ്റത്തെ ടേം എന്താണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം എന്താണ്, ഇല്ലെങ്കിൽ ഇത്രാമത്തെ ടേം എന്താണ്, പൊസിഷൻ വെച്ച് നമുക്ക് അവിടെ എന്താ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2, 4, 6, 8. ഇനി വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് 1, 4, 9, 16 ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാർട്ട് കാണാത്തവരെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്പർ സീക്വൻസിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഇനി മുതൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്പർ സീക്വൻസ് അവിടെ വെച്ച് പോരുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഴുവൻ വേറൊരു ചാപ്റ്ററിന്റെ പേര് ഇനിയാണ് തുടങ്ങുന്നത്. അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഈ ചാപ്റ്ററിലെയും നാലാമത്തെ ചാപ്റ്ററിന്റെ ഇതേ നെയിമില് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് വേറൊരു ചാപ്റ്ററും കൂടി വരുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ്. അപ്പൊ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി എടുക്കുക. എനിവേ നമ്മൾ ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്പർ സീക്വൻസ് പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നാണ്. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സീക്വൻസിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. അതായത് നമ്പർ സീക്വൻസ് പെട്ട ഒരു സാധനം തന്നെയാണ് അരിത്തമാറ്റിക് സീക്വൻസ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ പറയുന്നത് എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ. അതായത് ഒരു നമ്പറിൽ തുടങ്ങും. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. 2 തുടങ്ങി, പിന്നെ എന്ത് പറയുന്നുണ്ട്? ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് ഒരു നമ്പർ തന്നെ ആഡ് ചെയ്ത് പോവുക. ഈ സീക്വൻസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് നോക്ക്. 2 കൂടെ 2 കൂട്ടിയപ്പോ 4 കിട്ടി, ആണോ? പിന്നെ 4 കൂടെ 2 കൂട്ടിയപ്പോ 6 കിട്ടി, 6 കൂടെ 2 കൂട്ടിയപ്പോ 8 കിട്ടി. അടുത്തത് എന്താവും? അപ്പോ 8 കൂടെ 2 കൂട്ടിയാൽ ഇവിടെ ആരുണ്ടാവും? 10 ഉണ്ടാവും. ഇങ്ങനെയാവും ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരം സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ. അപ്പൊ എന്തായിരിക്കും? അവിടെ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ആ സീക്വൻസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്? പ്രൊസീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവുക. അവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? +2 ആണോ? 2 ആണ് ആഡ് ചെയ്ത് പോകുന്നത്, ആണോ? ഇവിടെ രണ്ടാമത്തെ, അപ്പോ ഈവൻ നമ്പേഴ്സിന്റെ കളക്ഷൻ അല്ലത്. അപ്പൊ ഈവൻ നമ്പേഴ്സ് എന്താണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി ഇത് നോക്ക്, ഇവിടെ 1 തുടങ്ങുന്നുണ്ട്, ആണോ? ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. എന്താണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്? 1 കൂടെ 2 കൂട്ടിയപ്പോ 3, അപ്പോൾ 2 തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 എക്സാമ്പിൾ മനസ്സിലായി. മൂന്നാമത്തെ എക്സാമ്പിൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് ശരിക്ക്? നാച്ചുറൽ നമ്പേഴ്സിന്റെ ഹാഫ് ആണ്, ആണോ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1, 2, 3, 4 ആണോ? അപ്പൊ ഇതിന്റെയൊക്കെ ഹാഫ് വരുമ്പോ 1ന്റെ ഹാഫ് അര, 2ന്റെ ഹാഫ് 1, 2ന്റെ പകുതി 1 അല്ലേ, 3ന്റെ പകുതി 1.5 ഉണ്ടോ? ആ സീക്വൻസ് ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. 4ന്റെ പകുതി 2. ഇനി അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു ഫസ്റ്റ് ടേം വേണം. പിന്നെ ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? എന്താണ്? അരയിന്ന് ഒന്നാവാൻ എന്താ ചെയ്തിട്ടുള്ളത്? പ്ലസ് അരയാണ്, ആണോ? അപ്പോൾ അര ആഡ് ചെയ്ത് പോവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ആഡ് ചെയ്ത് പോകുന്നെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1ന്ന് അര കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 - 1 1/2 തന്നെ കിട്ടും. അപ്പൊ ആഡ് ചെയ്ത് പോകുന്നത് അര. അടുത്തത് എന്താണ്? അടുത്തത് 1 കൂടെ അര കൂട്ടിയപ്പോ 1.5 ആയി, 1.5 കൂടെ അര കൂട്ടിയപ്പോ 2 ആയി. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? അരിത്തമാറ്റിക് സീക്വൻസ് തന്നെ ആയിരിക്കും. കാരണം ഒരു ഫിക്സഡ് നമ്പറിൽ തുടങ്ങി ഇവിടെ ആഡ് ചെയ്ത് പോകുന്ന ആളാരാണ്? അര. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. ഇനി ലാസ്റ്റത്തെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അവിടെ പറയുന്നുണ്ട് സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് ഹാഫ് ആൻഡ് ആഡിങ് ഹാഫ് റിപ്പീറ്റഡ്ലി, അല്ലെ? ഹാഫിൽ തുടങ്ങുന്നുണ്ട്, ഹാഫ് ആഡ് ചെയ്ത് പോകുന്നുണ്ട്, ആണോ? എല്ലായിടത്തും ഹാഫ് ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഈ സെക്ഷന്റെ പേര്, ഇത് സെക്ഷന്റെ പേരാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേരും അരിത്തമാറ്റിക് സീക്വൻസസ് എന്നാണ്, ഈ സെക്ഷന്റെ പേരും അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? ഈ അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് മനസ്സിലാക്കുക. അപ്പൊ ഇതും നമ്പർ സീക്വൻസും തമ്മിലുള്ള മാറ്റം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്പർ സീക്വൻസിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്ക്, നമ്പർ സീക്വൻസ്, ഇത് നമ്പർ സീക്വൻസ് അല്ലേ? 1, 4, 9. കാരണം ഇതിൽ നമുക്ക് ഇപ്പൊ 5ാമത്തെ ആളാരാ ചോദിച്ചു കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 ആയിരിക്കും, ആണോ? 10ാമത്തെ ആളാരാ ചോദിച്ചു കഴിഞ്ഞാൽ 10ന്റെ സ്ക്വയർ 100 ആയിരിക്കും. അപ്പൊ ഇതൊരു നമ്പർ സീക്വൻസ് ആണ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇതെന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ നോക്കുക?
അതായത് ഒരു നമ്പറിൽ തുടങ്ങുന്നുണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താ, 1 4 ആവാൻ എന്താ ആഡ് ചെയ്തത്, 3 ആണ് ആണോ. എന്നാൽ 4 9 ആവാൻ എന്താ ആഡ് ചെയ്തത്, 5 ആണ്. അപ്പൊ കണ്ടോ, കറക്റ്റ് ഒരു ഫിക്സഡ് നമ്പർ അല്ല ആഡ് ചെയ്ത് പോകുന്നത് ആണോ. ഇവിടെ 3 തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇനി അടുത്തൊരു നമ്പർ എന്താ, ഇവിടെ എന്തുണ്ട്, 16 ഉണ്ടാവും. 16 ആവാൻ നമ്മൾ എന്താ ആഡ് ചെയ്തത്, 9 16 ആവാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് 7 ആണ്. കണ്ടോ, അപ്പൊ ഒരു ഫിക്സഡ് നമ്പർ അല്ല ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതെന്തല്ല, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ നമ്പർ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസ് ഒന്നും അല്ല. അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും എല്ലാ ടേമുകളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, ഇവിടെ ഏത് രണ്ട് ടേം അടുത്തടുത്ത ടേം എടുത്തു കഴിഞ്ഞാലും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആഡ് ചെയ്ത് പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത്, നമ്മൾ സം ഓഫ് എന്താ എക്സ്റ്റീരിയർ ആംഗിൾസ്, അതായത് ഓരോ പോളിഗണിന്റെ കേസിൽ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എത്ര സൈഡ് ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 360 ഡിഗ്രി ആണെന്ന്. അപ്പൊ ആ സീക്വൻസ് ഇത് ഒരു സൈഡ് ആകുമ്പോഴും 360 ഡിഗ്രി, രണ്ട് സൈഡ് ആകുമ്പോഴും. അപ്പൊ ഇവിടെ നോക്ക്, എല്ലാം 360 ആണ്. ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്, 0 ആഡ് ചെയ്യാന്ന് പറഞ്ഞൂടെ ആണോ. അപ്പൊ 360 തുടങ്ങി എന്താ ആഡ് ചെയ്ത് പോകുന്നത്, 0 ആഡ് ചെയ്ത് പോകുന്നു. 0 ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ മാറ്റമില്ലാത്തത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ. അരിത്തമാറ്റിക് സീക്വൻസ് എന്താന്ന് ക്ലിയർ ആക്കുക. പിന്നെ നമ്മൾ പഠിച്ച നമ്പർ സീക്വൻസ് എല്ലാതും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഒരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോ അതാ ക്യൂബുകൾ, അതായത് 1ന്റെ ക്യൂബ് 1 തന്നെ, 2ന്റെ ക്യൂബ് ക്യൂബായിട്ടാണ് നോക്കുന്നത്. 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, ഇതൊക്കെ നമുക്ക് വാല്യൂ നോക്കാം. 2ന്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 2 × 2 × 2, അപ്പം 4 × 2 എന്ന് വരും, 8 വരും. 3ന്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 3 × 3, അതായത് 9 × 3 27 വരും. അപ്പൊ ഈ സീക്വൻസ് ഇത് നമ്പർ സീക്വൻസ് അല്ലേ, കാരണം നമുക്ക് ഇതിൽ 10ാമത്തെ ആൾ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം, 10ന്റെ ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇത് നമ്പർ സീക്വൻസ് ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവണം. 1 8 ആവാൻ നമ്മൾ എന്താ ആഡ് ചെയ്തത്, 7 ആണ് ആഡ് ചെയ്തത്. എന്നാൽ 8 27 ആവാൻ നമ്മൾ എന്താ ആഡ് ചെയ്തത്, 19 ആഡ് ചെയ്യണം ആണോ, 19 ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു കോമൺ നമ്പർ, ഫിക്സഡ് നമ്പർ അല്ല ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതെന്തല്ല, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ ഫസ്റ്റ് കാര്യം ഇത് ക്ലിയർ ആക്കുക. എന്തിനൊക്കെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാമെന്ന് മനസ്സിലാക്കുക, എന്തിനൊക്കെ വിളിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഡിഫറൻസ് ആണ് ആദ്യം ഈ സെക്ഷനിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന സെക്ഷൻ നമുക്ക് കൃത്യമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും മാത്സ് പഠിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ കുറെ വീഡിയോ ക്ലാസ് കണ്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. കാണാതെ പഠിക്കണം എന്നല്ല പറഞ്ഞു. ഇതൊക്കെ ഞാൻ ഈ തന്നിട്ടുള്ള ഡാറ്റയൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാത്സിൽ മെച്ചപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാത്സ് ബാക്കിയുള്ള സബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ്, നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണ്ടെന്നൊക്കെ പറയും. പക്ഷെ എനിക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കൊക്കെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. ഞാൻ മുഴുവൻ വായിക്കണം എന്നല്ല പറഞ്ഞാൽ, നിങ്ങൾ ഓരോ പേജായിട്ട് പതുക്കെ ഇരുന്നൊന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ് വെച്ചിട്ടോ ഈ ക്ലാസ് കാണാം, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ മുന്നേ അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് പേജ് നമ്പർ 10 അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ മുന്നേ വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാം, എന്നിട്ട് ക്ലാസ് കൊണ്ടുപോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കൂല. ശരിക്കും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗൈഡ്. ഓക്കെ, എനിവേ നമുക്ക് മൂവിങ് ഇൻ ടു അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കയ്യിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതെന്താണ്, വാട്ടർ ടാങ്ക് ആണ്. ഇതിലെന്തുണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, വാട്ടർ ടാങ്ക് ആണ്. അപ്പൊ പിന്നെ ഇതിന് താഴെ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. അപ്പൊ ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പുറത്തു പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം പുറത്തു പോണ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, 5 ലിറ്റർ പെർ ഹവർ. അതായത് അതിന്റെ അർത്ഥം എന്താണ്, 1 മണിക്കൂറിൽ 5 ലിറ്റർ ആണ് പുറത്തു പോകുക. അത്രയും സ്പീഡിലാണ് വെള്ളം പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത്, അതായത് ഇതിൽ വാട്ടർ ഉള്ളത് 100 ലിറ്റർ ആണ്. ടോട്ടൽ 100 ലിറ്റർ ആണ് ആണോ. അപ്പൊ നമ്മളോട് സീക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടെ ഇവർ ഈ സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഉള്ള ബാക്കിയുള്ള വെള്ളത്തിന്റെ അളവ്. കാരണം തുടക്കത്തിൽ ഇതിൽ 100 ലിറ്റർ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോൾ 5 ലിറ്റർ പെർ ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 5 ലിറ്റർ ആണ് പുറത്തേക്ക് പോവുക. അപ്പൊ 1 ലിറ്റർ, അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ അതിന്ന് 5 ലിറ്റർ പോയി, 100ന്ന് 5 ലിറ്റർ പോയി. അപ്പൊ ബാക്കി എന്തുണ്ടാവും, 95 ഉണ്ടാവും ആണോ. ഇനി ഇത് 1 മണിക്കൂറിന് ശേഷം
1 hour കഴിയുമ്പോൾ ആഫ്റ്റർ 1 hour ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ ബാക്കി 95 വീണ്ടും ഒരു 5 കൂടി പോകില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ 5 വെച്ചിട്ട് കുറയും. അപ്പൊ അടുത്ത എന്താവും 90 ആവും. 90 ലിറ്റർ. 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു 5 കുറയും 85. അപ്പൊ അങ്ങനെയാണ് ആ സീക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് 100 ലിറ്റർ ഓഫ് വാട്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 5 ലിറ്റർ പെർ ഹവർ. Then the water remaining in the tank in liters after each hour we get the sequence. അപ്പോൾ ഓരോ മണിക്കൂറിന് ശേഷമുള്ള വെള്ളത്തിന്റെ അളവാണ്. ഫസ്റ്റത്തെ മണിക്കൂറിന് ശേഷം എന്തുണ്ട് 1 ഹവറിന് ശേഷം 95 ലിറ്റർ ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 90 ലിറ്റർ ആയി. 3 മണിക്കൂറിന് അപ്പൊ ഇത് കുറഞ്ഞു വരികയാണ്. വെള്ളത്തിന്റെ അളവ് ഓട്ടോമാറ്റിക്കലി പൈപ്പ് തുറന്നിട്ട് വെള്ളം കുറയുമല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ചുള്ളത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ്. നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എല്ലാ കണ്ടീഷനും ഓക്കെ ആണോ നോക്കിയാൽ പോരെ. ഫസ്റ്റ് ഒരു ഫിക്സഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ടോ? 95 എന്ന് പറയുന്ന ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താ വരുന്നത് 90. അപ്പൊ 95 90 ആവാൻ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മള് 5 കുറക്കല്ലേ ചെയ്തത് ആണോ? അതേമാതിരി 85 അടുത്തത് വീണ്ടും നമ്മൾ 5 കുറച്ചു. അപ്പൊ ഇവിടെ ശരിക്കും 5 കുറക്കാണ് ചെയ്യുന്നത് ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ -5 ആഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞൂടെ. അതായത് 95 കൂടെ -5 കൂട്ടി എന്ത് വരും? പ്ലസ് -5 കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസും മൈനസും വന്നാൽ മൈനസ് ആവും. അപ്പൊ 95 -5 90 കിട്ടും ആണോ? അപ്പൊ നമുക്ക് ആഡ് ചെയ്തു. അതായത് പ്ലസ് -5 അതായത് -5 ആഡ് ചെയ്ത് പോകുന്ന ആലോചിച്ചാൽ പോരെ. ഇനി അടുത്തത് 90 കൂടെ വീണ്ടും ഒരു -5 ആഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആവും. അപ്പൊ എന്ത് വരും? 90 -5 85 ആണോ? അപ്പോൾ ആ രീതിക്കും ആലോചിക്കാം. അപ്പോൾ ഇതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. ഇവിടെ ഇറ്റ് ഈസ് ഓൾസോ an arithmetic sequence since it start with 95 തുടങ്ങുന്നു ആൻഡ് സബ്ട്രാക്ടിങ് 5 എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം എന്തോ ആഡ് ചെയ്ത് പോകണം എന്നല്ലേ പറഞ്ഞ ആ മൈൻഡിലാണെങ്കിൽ -5 ആഡ് ചെയ്ത് പോകുന്നു പറഞ്ഞൂടെ. -5 ആഡ് ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ 95 -5 90 ആയി. 90 -5 85 ആയി. അടുത്ത എന്താ? 85 -5 80 ആയി. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പൊ ഇത് കൂടെ ക്ലിയർ ആക്കി മനസ്സിലാക്കി നോക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ ചോദിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഏരിയക്ക് എത്തുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത്, ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ചോദിച്ചാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കണമെങ്കിൽ വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ എടുത്ത വരെ വായിച്ചു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, വെറുതെ കാണാപ്പാടം കുറെ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയല്ല മാത്സ് പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക കാര്യങ്ങളെ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതി. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഇപ്പോൾ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് 10 13 16. ഇനി ഇതിൽ നിങ്ങൾ 2-3 പേരുകൾ പഠിക്കാണ്ട്. അതായത് ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ കാണുന്ന 2-3 പേരുകളാണ്. ഒന്ന് ടേം എന്നുള്ളത് കാണും. ടേം എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞുതരാം. അതായത് ടേം എന്നുള്ളത് നിങ്ങൾ കാണുന്ന 2 വാക്കുകളാണ്. ഒന്ന് ടേംസ്, പിന്നെ അതേമാതിരി രണ്ടാമത്തെ വാക്ക് കോമൺ ഡിഫറൻസ്. അപ്പൊ ടേം എന്താന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇതിലിപ്പോ ഫസ്റ്റത്തെ ആളാരാ? 10. അപ്പൊ നമ്മൾ പറയും ഫസ്റ്റത്തെ ടേം 10 ആണ്. ഫസ്റ്റ് ടേം 10 ആണെന്നാ പറയാ. ഫസ്റ്റത്തെ ആള് എന്നുള്ളതിന് അല്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന ആൾ എന്നുള്ളതിന് വരെ നമ്മൾ പറയും ഫസ്റ്റത്തെ ആള് 10 ആണ്. സെക്കൻഡ് ടേം അപ്പൊ ആരാണ്? രണ്ടാമത് നിൽക്കുന്ന ആൾ ആരാണ്? 13 ആണ്. ഓക്കെ, 13 ആണ്. മൂന്നാമത്തെ ആള് തേർഡ് ടേം ആരാണ്? തേർഡ് ടേം ആളാരാണ്? 16 ആണ്. അപ്പൊ ടേം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ദ നമ്പേഴ്സ് ഇൻ എ സീക്വൻസ് ആർ കാൾഡ് ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇതിലെ ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഒരു ടേം ആണ്, 13 ഒരു ടേം ആണ്, 16 ഒരു ടേം ആണ്. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് ടേം ആണ് 10, രണ്ടാമത്തെ ടേം ആണ് 13, മൂന്നാമത്തെ ടേം ആണ് 16. അപ്പൊ ഇനി ടേം എന്ന് പറയുമ്പോൾ നെട്ടാൻ നിൽക്കരുത്. ഇത്ര മാത്രമേ ടേം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീക്വൻസിൽ ആഡ് ചെയ്ത് പോകുന്നത് എന്താണോ അതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ആണ്. മനസ്സിലാക്കി വെച്ചോ. ഡി എന്നാണ് കേട്ടോ ഉപയോഗിക്കുക. അത് അറിഞ്ഞു വെക്കണം. ഡി ആണ്, സ്മോൾ ലെറ്റർ ഡി. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഡ് ചെയ്ത് പോകുന്നത്, 10 13 ആവാൻ നമ്മൾ എന്താ ആഡ് ചെയ്തത്? 3 ആണ്. 13 16 ആവാൻ എന്താ ആഡ് ചെയ്തത്? 3 ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡി. അപ്പൊ ഡി എന്ന് പറയുന്നത് 3 ആണ്. ഈ ഡി കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 ടേം എടുക്കുക. അപ്പോൾ 13 10 കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ 13 10 കുറച്ച് നോക്കുക. 13 - 10 3 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം, വേറെ രീതിക്കും കണ്ടുപിടിക്കാം.
ഈ ഡി എന്ന് പറയുന്നത് ഇപ്പൊ 16ഉം 13ഉം എടുത്തു, 16ന്ന് 13 കുറച്ച് നോക്കുക, തൊട്ടടുത്ത രണ്ട് ടേമുകളാവണേ. അപ്പോൾ മുന്നത്തെ ടേമിന്ന് അതിന്റെ തൊട്ട് പിന്നത്തെ ടേം വേണം കുറക്കാൻ, തിരിച്ചു കുറക്കരുത്, അപ്പൊ തെറ്റിപ്പോവും. അപ്പൊ എന്ത് വരും? 16 മൈനസ് 13, അത് 3 കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന് അരിത്തമാറ്റിക് സീക്വൻസിന് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എങ്ങനെയാണ്, എന്താണോ ആഡ് ചെയ്ത് പോകുന്നത് അതായിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും തൊട്ടടുത്ത രണ്ട് ടേംസ് എടുക്കും, എന്നിട്ട് അതായത് അതിലെ പൊസിഷനിൽ അവസാനം വരുന്നത് എടുത്തിട്ട് അതിന്റെ തൊട്ട് മുന്നത്തെ ടേം കുറക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എന്താ, രണ്ടാമത്തെ ടേമിന്ന് ഒന്നാമത്തെ ടേം കുറച്ചു, അങ്ങനെ വേണം ചെയ്യാൻ. ഒരിക്കലും ഒന്നാമത്തെ ടേമിന്ന് രണ്ടാമത്തെ കുറക്കരുത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ രണ്ടാമത്തെ എടുക്കണമെങ്കിൽ മൂന്നാമത്തെ ടേമിന്ന് രണ്ടാമത്തെ ടേം കുറക്കുക, അതായത് 16 മൈനസ് 13 വേണം ചെയ്യാൻ. എന്ത് ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടുക 3. അപ്പൊ ഇവിടെ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആരാണ്? 3 ആണ്. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് എന്ന കാര്യം വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്, കോമൺ ഡിഫറൻസ്. ഇനി ഈ സീക്വൻസിന്റെ പറഞ്ഞു നോക്കാം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്നോ അല്ലെങ്കിൽ എ എന്നൊക്കെ സൂചിപ്പിക്കട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, ഇനി ഈ ചാപ്റ്ററിൽ വരുമ്പോൾ കാണും. ഇനി അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ആരാണ്? ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആരാ? 10 ആണ്. ആണോ? ഈ സീക്വൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്താണ് അവിടെ ആഡ് ചെയ്ത് പോകുന്നത്? 10 എന്ന് എങ്ങനെ 7 ആയത്? -3 അല്ല ആഡ് ചെയ്ത് പോകുന്നുണ്ടാവുക, ആണോ? 10 - 3 7 ആയി. പിന്നെയും ഒരു -3 കൂടി ആഡ് ചെയ്താൽ 7 - 3 4 ആയി. 4 - 3 1 ആയി. 1 മൈനസ് നോക്കാം, 1 പ്ലസ് -3 ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടും. കാരണം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ഇത് അറിയാത്തവർ ഇത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഡൗട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ പ്ലേലിസ്റ്റിൽ ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരിക. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക, വലുതെന്ന് ചെറുത് കുറയ്ക്കും, എന്നിട്ട് 3 - 1 ചെയ്യും, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. ഇവിടെ വലുതിന്റെ ചിഹ്നം ഏതാ? മൈനസ് അല്ലേ? -3 അല്ലേ? അപ്പൊ എന്ത് വരും? -2 എന്ന് വരും. 3 - 1 2 ആണല്ലോ, അപ്പൊ -2 കറക്റ്റ് അല്ലേ? അപ്പൊ അവിടെ എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? -3 ആണ്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്ത് ഏതെങ്കിലും രണ്ട് ടേംസ് എടുക്കുക. ഇവിടെ 1ഉം 4 എടുത്തു. ഇതിലിപ്പോ 1 എന്ന് പറയുന്നത് എത്രാമത്തെ? 4ാമത്തെ ടേമും 4 എന്ന് പറയുന്നത് 3ാമത്തെ ടേമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് ടേം എന്ന് നമുക്ക് തേർഡ് ടേം കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഏത് വേണമെങ്കിൽ കുറക്കാട്ടോ, തൊട്ടടുത്ത ടേമുകളാവണമെന്ന് മാത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫോർത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1ന്ന് എന്ത് കുറക്കണം? -4 ചെയ്യണം. തേർഡ് ടേം 4 ആണ്. അപ്പൊ എന്ത് വരും? -3 എന്ന് വരും. ഓക്കെ, ഇതെങ്ങനെ കുറക്കുക? ഇത് കുറച്ചാലും ഡൗട്ട് ഇല്ലല്ലോ. വലുതെന്ന് ചെറുത് കുറക്കുക. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4, ചെറുത് 1, എന്നിട്ട് എന്ത് ചെയ്യുക? വലുതിന്റെ ചിഹ്നം 4ന്റെ ചിഹ്നം എന്താ? മൈനസ് അല്ലേ? അപ്പൊ എന്ത് വരും? -3 വരും. ക്ലിയർ ആണോ? അങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒറ്റ ടേബിൾ ആക്കിയിട്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ്, അപ്പൊ അതുകൊണ്ട് വരച്ചു മാത്രം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അരിത്തമാറ്റിക് സീക്വൻസുകളാണ് തന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം 2 ആൻഡ് സക്സസീവ്ലി ആഡിങ് 2. അപ്പൊ ഈ സക്സസീവ്ലി ആഡിങ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കോമൺ ഡിഫറൻസ് 2 ആയിരിക്കും. അപ്പൊ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 2ഉം കോമൺ ഡിഫറൻസ് ആരുമാണ്? ആഡ് ചെയ്ത് പോകുന്നതും 2 അല്ലേ? ഈ സീക്വൻസിൽ ആരാ? ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് ആരാണ്? ആഡ് ചെയ്ത് പോകുന്നത് അവിടെയും 2 തന്നെ, 1 + 2 ആണോ? ഇതിലെ ഫസ്റ്റ് ടേം ആരാണ്? ഹാഫ് ആണ്. ആഡ് ചെയ്ത് പോകുന്നത് ആരെ തന്നെയാണ്? ഹാഫ് അല്ല ആഡ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് 1 - 1/2 ചെയ്താൽ മതി. ഹാഫ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അരയിൽ കൂടെ അര കൂട്ടിയാലല്ലേ ഒന്നാവുക, ആണോ? ഇനി ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 360ഉം ആഡ് ചെയ്ത് പോകുന്നത് എന്താണ്? 0യും. കോമൺ ഡിഫറൻസ് എന്താണ് അവിടെ? 0യും ആണ്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഫസ്റ്റ് ടേം 95ഉം ആഡ് ചെയ്ത് പോകുന്നത് ആരാണ്? -5 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ സെക്ഷനിൽ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതും സാധാരണ ഒരു നമ്പർ സീക്വൻസും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ടേംസ് എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതേമാതിരി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലാത്തതിന്റെ കൂടെ എക്സാമ്പിൾ നോക്കുകയാണ്. ഇതൊന്നും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ടേം ഉണ്ട്, 1 ആണ്. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്ക്. നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ രണ്ട് ടേം എടുത്തു, തൊട്ടടുത്ത ഇത് രണ്ട് ടേം ആണല്ലോ. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് എന്ത് കിട്ടും? 4 - 1 3 എന്ന് കിട്ടും. ഇനി നമുക്ക് വേറെ രണ്ട് ടേം, തൊട്ടടുത്ത വേറെ രണ്ട് ടേം എടുത്ത് നോക്കാം, ആണോ?
അടുത്ത രണ്ട് ടേമിന് ഞാനിപ്പോൾ 9ഉം 4 എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 - 4 ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5. അപ്പോൾ ഇവിടെ കിട്ടിയ രണ്ട് ഡിഫറൻസും ഡിഫറൻ്റ് ആണല്ലോ. ഒന്ന് 3ഉം ഒന്ന് 5ഉം കിട്ടിയത്. ആണോ? സെയിം അല്ലല്ലോ. ഒന്ന് 3ഉം ഒന്ന് 5ഉം ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? there is no common difference എന്ന് പറയാം. ആണോ? ഡിഫറൻസ് സെയിം അല്ല. അപ്പൊ അതെന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, പക്ഷെ ഇത് നമ്പർ സീക്വൻസ് ആണ്. നോ കോമൺ ഡിഫറൻസ്, therefore ഇറ്റ് ഈസ് നോട്ട് എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, പക്ഷെ ഇതെന്താണ്? ഒരു നമ്പർ സീക്വൻസ് ആണ്. നമ്പർ സീക്വൻസ് ആവാൻ നമുക്ക് എന്ത് മതി? എന്തെങ്കിലും ഒരു പാറ്റേൺ മതി. ഇവിടെ പാറ്റേൺ ഉണ്ട്. 1ന്റെ 2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, അങ്ങനെ പോകുന്ന സീക്വൻസ്. അവിടെ 16 ഉണ്ട് കേട്ടോ. 16 കഴിഞ്ഞിട്ടാണ് 25. അത് എഴുതിയത് തെറ്റി മാത്രം. ഓക്കെ, ഇനി വേണമെങ്കിൽ വേറെ എടുത്തു നോക്കാം. അടുത്ത ടേം, അടുത്തത്. ഇനി നമ്മളിപ്പോ 16ഉം 9ഉം എടുത്തു നോക്കി. ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി ശരിയല്ല എന്നുള്ളതിന്. അപ്പൊ 16ഉം 9ഉം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ ഡിഫറൻസ് എന്ത് വരും? 16ന്ന് 9 പോയി കഴിഞ്ഞാൽ നമുക്ക് 7 വരും. അവിടെയും ഡിഫറൻസ് വേറൊരു സംഖ്യ കിട്ടി. ഇതൊന്നല്ല കിട്ടിയത്. അപ്പൊ ഇതെന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. നമ്മൾ ഇങ്ങനെ ഈ 3 കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഫസ്റ്റത്തെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള സീക്വൻസ് 1, 8, 27 ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? പവർ ക്യൂബുകളാണ്. 1ന്റെ ക്യൂബ് 1 തന്നെ, 2ന്റെ ക്യൂബായ 8 ഉണ്ട്, 3ന്റെ ക്യൂബായ 27 ഉണ്ട്, 3ന്റെ ക്യൂബായ 27 ഉണ്ട്. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് ഡിഫറൻസ് കണ്ടു നോക്കാം. ഫസ്റ്റ് ഈ രണ്ടെണ്ണം എടുത്തതിന് എന്ത് വരും? 8 - 1 എന്ന് വരും. 8 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വരും. ആണോ? ഇനിയിപ്പോ ഞാൻ വെറൈറ്റി ആയിട്ട് ഇത് രണ്ടെണ്ണം എടുത്തു. അപ്പൊ എന്ത് വരും? 64 - 27 എന്ന് വരും. ഇത് ഒരിക്കലും 7 ഒന്നും അല്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇനി ഇതെന്താണ്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് നമുക്ക് റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ടത്. നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, 1, 2, 3, 4 ഇങ്ങനെ പോകുന്നതാണ്. ഇതിനെ തിരിച്ചിടുക. അതായത് 1/1, അതേമാതിരി 2നെ തിരിച്ചിട്ട് എന്ത് വരും? 1/2, 1/3, 1/4. ഇതാണ് കേട്ടോ സീക്വൻസ്. ഇതെന്താണ്? ശരിക്കും റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെന്തുണ്ട്? ഫസ്റ്റ് ടേം ആയിട്ട് ഇവിടെ ആളുണ്ട്, ഒരു 1 ഉണ്ട്. ആണോ? ഇനി കോമൺ ഡിഫറൻസ് കണ്ടു നോക്കിയാൽ പോരെ. അപ്പൊ ഞാൻ ഈ രണ്ട് ടേം എടുത്തു. അപ്പൊ നമുക്കൊന്ന് കുറച്ച് നോക്കാം. 1/2 - 1 അല്ലെങ്കിൽ 1/2 - 1/1. അപ്പൊ എന്ത് വരും? ഇതിനെ ക്രോസ് ചെയ്യുക. അപ്പൊ ഫ്രാക്ഷൻസിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ബ്രിഡ്ജ് ക്ലാസ്സിൽ ഉണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്. അത് പോയിട്ട് കണ്ടിട്ട് ക്ലിയർ ആക്കി വരിക. ഫ്രാക്ഷൻസ് വെച്ചിട്ടുള്ളത്, നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടുള്ളതൊക്കെ വരുമ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ബ്രിഡ്ജ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരാം. അപ്പൊ ഇതെന്ത് വരും? 1 - 2 - 1/2 എന്ന് വരും. അപ്പോ ഫസ്റ്റത്തെ ഡിഫറൻസ് കിട്ടി. ഇനിയിപ്പോ ഞാൻ ഈ രണ്ട് ടേം എടുത്തു, 1/3 and 1/4. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എങ്ങനെ കാണുക? 1/4 - 1/3. അപ്പൊ എന്ത് വരും? 3 - 4/4 × 3 12 എന്ന് വരും. അപ്പൊ എന്ത് വരും? -1/12 എന്ന് വരും. രണ്ടും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതും എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഇത് എഴുതിയില്ല അല്ലെ? ഇത് 37 വരെ. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്പർ സീക്വൻസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് സെക്ഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അരിത്തമാറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പിന്നെ ബേസിക് കുറച്ച് എക്സാമ്പിൾസ്, അത് പിന്നെ എക്സാമ്പിൾസ് ഓട്ടോമാറ്റിക്കലി എഴുതി പോകാം. ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊന്നും അരിത്തമാറ്റിക് സീക്വൻസ് അല്ലാത്തതിന്റെ കുറച്ച് എക്സാമ്പിളും കൂടി ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് അത് അല്ലാത്തതെന്നും കൂടി ഐഡിയ ഉണ്ടാവുക. പിന്നെ ഫസ്റ്റ് ടേം എന്താണെന്ന് പറഞ്ഞു, കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ടേംസ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ഈ സെക്ഷനത്തെ പ്രോബ്ലംസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.